എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മൾ രാമക്കൽമേട് അതുപോലെ തന്നെ കമ്പൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ നേരിമംഗലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ രാമക്കൽമേട് പോകുന്ന വഴിയും കാഴ്ചകളൊക്കെ ഉണ്ട്. രാമക്കൽമേടും കാറ്റാടിപ്പാടവും കമ്പം ഒക്കെ പോയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നേരിമംഗലത്ത് നിന്ന് തിരിഞ്ഞ് ഇടുക്കി റോഡ് വഴിയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തൊട്ട് താഴേക്കൂടെ പോകുന്ന റോഡാണ് മൂന്നാറിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാടിനകത്തൂടെ മനോഹരമായൊരു റോഡിലൂടെയാണ് കേട്ടോ. കരിമണൽ, പനംകുട്ടി അങ്ങനെ അതുവഴി പോകുന്ന റോഡാണിത്. നമ്മളിപ്പോൾ രാമക്കൽമേട് പോകുന്ന വഴിക്കാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാമ്പ്ള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അതുകൊണ്ടോ ഒരു ഡാമാണ് ആ കാണുന്നത്. വെള്ളമൊക്കെ തീരെ കുറവാണ് കേട്ടോ. ഒരു പുലിമുരുകൻ പാലം പോലത്തെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല അടിപൊളിയാണ് എന്തായാലും കാണാനായിട്ട്. Continue for 1 kilometer. ചെറിയൊരു പാലാണ് കേട്ടോ. അത് കണ്ടോ, വെള്ളമൊന്നുമില്ല. നെടുങ്കണ്ടം പോകുന്ന വഴിക്ക് കൈലാസം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ഇതിലെയാണ് കേട്ടോ. അതുകൊണ്ടോ ഇതിലെയാണ് കേട്ടോ നമ്മളിപ്പോൾ കയറി വന്നത്. കൈലാസം എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് നമ്മളിപ്പോൾ കയറി നെടുങ്കണ്ടം വഴി പോകുന്നത്. നമുക്ക് പോകാനുള്ളത് ഇതിലെയാണ് കേട്ടോ. നല്ല കയറ്റാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ കണ്ടോ ഭയങ്കര മലയാണ് ഇവിടെ കാണുന്നത്. ഇതുണ്ടോ ഭയങ്കര വലിയൊരു മലയാണ് കേട്ടോ ഈ ഒരു സൈഡ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കിടിലനൊരു വ്യൂ കിട്ടുന്ന അടിപൊളി മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ്ടോ നമ്മൾ വന്ന വഴി. ഇതാണ് ആ വെള്ളം ഒഴുകി പോകുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇറങ്ങി പോകാം, വെള്ളം കുറവായതുകൊണ്ട്. നെടുങ്കണ്ടം എന്നുള്ള കിഡിലിനൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളി ഒന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതുണ്ടോ പള്ളി. പള്ളിയുടെ വ്യൂ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വന്നത് അവിടെ നിന്നുണ്ട് ഇറങ്ങി വന്നത്. ഒരുപാട് റീലുകളിൽ അത്യാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പള്ളി തന്നെയാണ്. കണ്ടോ നമ്മളിപ്പോൾ രാമക്കൽമേട് വിൻഡ് മിൽസിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ പോയിന്റിന് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വിൻഡ് മില്ലിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടാണ് നേരെ ഇനി രാമക്കൽമേട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്. നമ്മൾ വിൻഡ് മില്ലിൻ്റെ വ്യൂ പോയിൻ്റ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാമക്കൽമേട് വ്യൂ പോയിന്റ് കയറാതെ നമ്മളിപ്പോൾ നേരെ അവിടുന്ന് 5 കിലോമീറ്റർ മാറി കാറ്റാടിപ്പാടത്തിൻ്റെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കറങ്ങുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കട്ടപ്പന, നെടുങ്കണ്ടം സൈഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് കണ്ടോ ഇവിടെ പറഞ്ഞാൽ കറങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് കാറ്റാടി കറങ്ങുന്നുണ്ട്. ഇതുണ്ടോ താഴെയൊക്കെ നല്ല വ്യൂ ഉണ്ടോ കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് വലിയ വലിയ മലകൾ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയുണ്ട് കേട്ടോ വിൻഡ് മിൽസുകൾ അങ്ങ് ദൂരെയുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല വെയിലാണ് കേട്ടോ. എന്തായാലും എന്താ ഇവിടെയൊക്കെ കാറ്റാടികളുണ്ട്. ഇപ്പോൾ രാമക്കൽമേട് വരുന്നവർക്ക് ഇവിടെ ഈ ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം വലിയ തിരക്കോ ക്രൗഡൊന്നുമില്ല. കാറ്റാടിപ്പാടത്തിൻ്റെ വേറൊരു സൈഡിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം നിന്ന് കണ്ടത് അവിടെ ആയിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കറങ്ങിയതാ ഇതിലെ കേട്ടോ. ഇതാണ് ആ കറങ്ങുന്ന കാറ്റാടി. അപ്പോൾ നമ്മൾ അതിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം കാറ്റാടികളാണ് കേട്ടോ. അപ്പോൾ കാറ്റില്ലാത്തതുകൊണ്ട് കറങ്ങുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാറ്റാടിപ്പാടൊക്കെ കണ്ടിട്ട് നേരെ രാമക്കൽമേടിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ. നമുക്ക് രാമക്കൽമേട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതാ കാണുന്നുണ്ടോ രാമക്കൽമേട് കുറുവനും കുറുവത്തിയുടെ ആ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അത്യാവശ്യം നല്ല വെയിലും കയറ്റാണ്, നല്ല രീതിയിൽ ടയേർഡാവുന്നുണ്ട്. വെയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതാട്ടോ വേഴാമ്പലിൻ്റെ ഒരു ക്ലോക്ക് ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കുറവനും കുറവത്തിയുടെ ആ സ്റ്റാച്ചു. അപ്പോൾ ആ ലോങ്ങി കാണുന്നുണ്ടോ രാമക്കൽമേട് വ്യൂ പോയിൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ലോക്ക് ടവറിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന വ്യൂ ഭയങ്കരമാണ്. ഇതുണ്ടോ അത് ചെയ്തിരുന്ന സ്റ്റാച്ചു അടിപൊളിയാണ്. നല്ല തിരക്കാണുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ദൂരെ കാണാൻ സാധിക്കും, തമിഴ്നാട് സൈഡാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ആ ലോങ്ങി കാണുന്നത് രാമക്കൽമേട് വ്യൂ പോയിൻ്റൊക്കെ കേട്ടോ. അവിടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെയിലാണ്, നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ കുറവനും കുറവത്തിനും സ്റ്റാച്ചു ഇത് അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്നതെല്ലാം തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട് സൈഡാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പിള്ളേരുടെ പാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ക്ലോക്ക് ടവറും അതുപോലെ തന്നെ സ്റ്റാച്ചു കുറവനും കുറവത്തിൽ സ്റ്റാച്ചു ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കയറി വരണമെങ്കിൽ ഇതിലേക്ക് കയറി വരാം കേട്ടോ. നമ്മൾ താഴെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴേക്ക് പോവാം. അപ്പോൾ ആ വഴിയുണ്ടോ നമ്മളിപ്പോൾ കാറ്റാടിപ്പാടം കണ്ടിട്ട് വന്നത്. വന്നിട്ട് നമ്മൾ ഇതുവഴിയാണ് ടിക്കറ്റ് എടുത്ത് കയറി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാമക്കൽമേട് കാഴ്ചകളൊക്കെ കണ്ടതാ വീണ്ടും കാറിലെത്തിയിരിക്കുകയാണ്. വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണല്ലോ. നമ്മൾ എത്തിയത് 1 മണി 1:30 സമയത്താണ്. അതുകൊണ്ട് നല്ല വെയിലാണ് ഇങ്ങോട്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കമ്പം സൈഡിലോട്ടാണ് കേട്ടോ. എന്തായാലും നമുക്കിനി കമ്പം തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണാം. രാമക്കൽമേട് ഏകദേശം 25-30 കിലോമീറ്ററാണ് കമ്പത്തിലേക്ക് ദൂരം വരുന്നത്. അപ്പം നമുക്കിനി കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട് കമ്പം ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ കമ്പംമേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് നേരെ കമ്പം റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുകയാണ്. ഇപ്പോൾ കേരള തമിഴ്നാട് ബോർഡറാണിത്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. നല്ല ഹെയർ പിൻസ് ആണ് കേട്ടോ. അത്യാവശ്യം വണ്ടി ഉണ്ട് റോഡിൽ. അപ്പോൾ നമ്മൾ കമ്പംമേട്ടിൽ നിന്ന് കമ്പം റൂട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു തമിഴ്നാട്. ടൈഗർ റിസർവാണ്. വഴി അത്ര നല്ല വഴിയല്ല കേട്ടോ, കട്ടറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഹെയർ പിൻസും കാഴ്ചകളും അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ നല്ലൊരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത്. ആദ്യമായിട്ടുണ്ടോ ഈ വഴി യാത്ര ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ കമ്പം എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ രാമക്കൽമേടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ കമ്പം തേനിക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം 1 കിലോമീറ്ററിന് കമ്പമായി. അവിടുന്ന് 40 കിലോമീറ്റർ ആണോ തേനിയിലേക്ക് കാണിച്ചിരിക്കുന്നത്. തമിഴ്നാട് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടുക്കാച്ച് റോഡാണ്. അതുപോലെ നല്ല ചൂടും വെയിലും ആണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്തൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ നേരെ ഇനി മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി പോവാം. കുമളി റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ മുന്തിരിത്തോട്ടങ്ങൾ. മുന്തിരി എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്? മുന്തിരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് കിട്ടാത്ത മുന്തിരി പൊളിക്കുക എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ ചിത്രം. ഓക്കെ. അപ്പോൾ നമ്മൾ മുന്തിരി ഗാർഡൻ്റെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കാണ്. മൊത്തം വണ്ടികളാണ് കേട്ടോ. കാരണം ഇപ്പോൾ വെക്കേഷനല്ലേ. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ജെനീസ് ഗ്രേപ്പ് തോട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ബേക്കറിയും ഹോട്ടലൊക്കെ അവിടെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മുന്തിരി പറിക്കുന്ന ബോർഡൊക്കെ ഉണ്ട്. ഈ തോട്ടത്തിൽ എന്തായാലും ഇഷ്ടം പോലെ മുന്തിരിയാണ് കേട്ടോ പഴുത്ത് നിൽക്കുന്നത്. ഒരുപാട് മുന്തിരി കാണാൻ സാധിക്കും. നമുക്ക് തൊട്ടൊക്കെ നോക്കാൻ പറിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ തിരക്കെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ടോ അപ്പോൾ മുന്തിരിത്തോട്ടത്തിലുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി കാഴ്ചയാണ് നമുക്ക് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മുന്തിരി തൂക്കി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുന്തിരി തൂക്കിയിട്ട് ബോക്സിലാക്കി പാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് മുന്തിരി വൈൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വിലയിലൊന്നും വലിയ കാര്യമായിട്ട് മാറ്റങ്ങളില്ലാന്ന് തോന്നുന്നു. എന്തായാലും അവിടെ വരുന്നവരൊക്കെ 1 ബോക്സും 2 ബോക്സൊക്കെ വെച്ച് മേടിക്കുന്നുണ്ട്.
മുന്തിരി ജ്യൂസ്, മുന്തിരിച്ചായ, കോട്ടൺ ക്യാൻഡി അതുപോലത്തെ ഓരോ പരിപാടികൾ ഈ തോട്ടത്തിനകത്ത് തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. തിരക്ക് മാത്രമല്ല ഭയങ്കര വെയിലും. മലയാളീസാണ് കേട്ടോ കൂടുതലും. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, പിന്നെ നല്ല വെയിലുമാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയേർഡാവാണ്. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കമ്പത്ത് കൊണ്ട് നമ്മൾ തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും തമിഴ്നാട് വരെ വന്നതല്ലേ, അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഫുഡ് കോർട്ട് നോക്കിയിട്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി കഴിക്കാം. ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണി പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഇനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഒരു പീസ് ലെഗ് പീസ് ഉണ്ട്, സർലാസ് വന്നിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ഗ്രേവി പോലെ എന്തിനാണെന്നറിയില്ല. വലിയ റൈസിൽ നല്ല ബിരിയാണിയാണ് കേട്ടോ. എന്തായാലും കഴിച്ച് നോക്കാം. സോഫ്റ്റ് ചിക്കനാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചതാ നമ്മുടെ നാട്ടിലോട്ട് പോകാണ് കേട്ടോ. നമ്മുടെ രാമക്കൽമേടും കമ്പത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.